വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. ഒരുപാട് മക്കളുടെ ആവശ്യപ്രകാരം ഒരുപാട് മക്കള് നമ്മൾ A to Z സീരീസ് വളരെ മികച്ച രീതിയിൽ അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണെന്ന് സാറിനോട് പലരും പറഞ്ഞിട്ടുണ്ട്. പലരും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിൻ്റെ കമന്റ് സെക്ഷനിലൂടെയും ഒരുപാട് കോണ്ടന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് ഇത്തരത്തിൽ A to Z ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. സോ സൈലത്തെ സംബന്ധിച്ചിടത്തോളം സൈലത്തിന്റെ കുട്ടികൾ എന്ന് പറയുന്നത് സ്വന്തം കുട്ടികൾ തന്നെയാണ് അല്ലെ. നല്ല മികച്ച രീതിയിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടിത്തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഓരോ ഫാക്കൽറ്റീസും ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ ഒരുപാട് മക്കളാണ്. സോ ഇതിൽ നമ്മൾ എല്ലാ ഏരിയാസും ഒറ്റ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ ഇൻ ആനിമൽസ്, അതായത് ഹോർമോൺസ് ഇൻ ആനിമൽസ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതിനിടയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഫ്രീക്വന്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന പോയിന്റുകൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു മുന്നോട്ട് പോകും. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ആരും മടിക്കരുത്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരുടെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. സോ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട നമ്മൾ ടോപ്പിക് തുടങ്ങുകയാണ്. നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ ഇൻ ആനിമൽസ് എന്നുള്ളൊരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. സാർ പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വളരെ കൃത്യമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സാർ ഇവിടെ എഴുതുന്നൊരു ടേം നന്നായിട്ട് ശ്രദ്ധിച്ചേ. സാർ ഇവിടെ എഴുതുന്ന ടേം നോക്കിക്കോളൂ, ഹോമിയോസ്റ്റാസിസ്. കാണാമല്ലോ, എല്ലാവർക്കും കാണാം, വ്യക്തമായി തന്നെ വായിക്കാനും പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, എന്താണ് ഹോമിയോസ്റ്റാസിസ്? നമുക്കതൊന്ന് അതിൽ വിശദീകരിച്ച് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഹോമിയോസ്റ്റാസിൽ ഹോമിയോ എന്ന് പറയുമ്പോൾ യൂണിഫോം എന്നാണ് അർത്ഥം വരുന്നത്. യൂണിഫോം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരേപോലുള്ള, കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോം എന്നുള്ള അർത്ഥമാണ് ആ ഒരു ഹോമിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് സ്റ്റാസിസ് എന്നുള്ള ഒരു വാക്കാണ് കാണുന്നത്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥമാണ്. അവസ്ഥ എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ യൂണിഫോം സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം ആണ് അവിടെ വരുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അതായത് ഏതൊരു ജീവിയുടെയും ശരീരം ഒരു സ്ഥിരമായ അവസ്ഥയിൽ പോകാനാണ് ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊരു സംഗതി എടുത്താലും, ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഷുഗർ ലെവല് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് അത് നോർമൽ ആയിരിക്കണം എപ്പോഴും. അതായത് 70 to 110 milligrams per 100 ml ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി സിംപ്ലി ഐ ആം ഗിവിംഗ് എൻ എക്സാമ്പിൾ. സോ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 110 milligrams per 100 ml എന്നുള്ളതാണ് അളവ്. 100 ml ബ്ലഡ് പരിശോധിച്ചാൽ 100 ml 70യുടെയും 110 മില്ലിഗ്രാംസിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നോർമൽ. എപ്പോഴും നമ്മുടെ ശരീരം ഈ നോർമൽ എന്നുള്ള അളവിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുക. ഗ്ലൂക്കോസിന്റെ ലെവല്, ഷുഗറിന്റെ ലെവല് എപ്പോഴും ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിർത്താനാണ് ആവശ്യപ്പെടുക നമ്മുടെ ബോഡി. അതാണ് ഹോമിയോസ്റ്റാസിന് ഒരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഹോമിയോസ്റ്റാസിസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ സിംപ്ലി ബോഡി ടെമ്പറേച്ചർ എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. ബോഡി ടെമ്പറേച്ചർ എത്രയാ? നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബീൻ എത്രയാ? നിങ്ങൾക്കറിയാം, നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യന്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട് ലൈഫ് പ്രോസസ്സിൽ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ വാം ബ്ലഡഡ് ആനിമൽസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ ആവശ്യമാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ട ടെമ്പറേച്ചർ റേഞ്ച് 37 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്.
ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ 37 ഡിഗ്രി സെൽഷ്യസ്, അതായത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, എന്തെങ്കിലും കാരണവശാൽ 37 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ബോഡി ടെമ്പറേച്ചർ ഒരു 38 ഡിഗ്രി അല്ലെങ്കിൽ 38.5 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയാറുള്ള അവസ്ഥ, ബോഡി ടെമ്പറേച്ചർ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പനിയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും, ഫീവർ ആണ്, പനിയാണ് നമ്മൾ പറയും. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ബോഡി ടെമ്പറേച്ചർ നോർമൽ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് സാറ് പറഞ്ഞു. ചില അവസ്ഥകളിൽ പനിയൊക്കെ പിടിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടാറുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സാഹചര്യത്തിൽ ഹോമിയോസ്റ്റാസിസിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സ്ഥിരമായ അവസ്ഥ 37 അതിൽ നിന്ന് ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹോമിയോസ്റ്റാസിൽ ഡിസ്റ്റർബൻസ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഈ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് നമ്മൾ സ്വെറ്റിംഗ് എന്ന പ്രോസസ്സിന് വിധേയമാകുക. സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിയർക്കുക. സോ ആക്ച്വലി സ്വെറ്റിംഗ് അഥവാ വിയർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൂളിംഗ് പ്രോസസ്. ഈ സ്വെറ്റ്, വിയർപ്പ് ബാഷ്പീകരിച്ചു പോകുമ്പോൾ, ഇവാപ്പറേറ്റ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നു. സോ സ്വെറ്റിംഗ് എന്നുള്ളൊരു ആക്ഷൻ ഇവിടെ നടത്തിക്കൊണ്ട് ബോഡി ടെമ്പറേച്ചർ കുറച്ച് 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ ബോഡിയെ സഹായിക്കുന്നു. ഇനി നല്ല തണുപ്പൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ ബോഡി ടെമ്പറേച്ചർ 37 എന്നുള്ളത് ഒരു പക്ഷേ 36 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിക്കുക. നിങ്ങൾ ബോഡി ടെമ്പറേച്ചറിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴും നോർമലിൽ നിന്ന് കുറഞ്ഞുപോയി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹോമിയോസ്റ്റാസിസിൽ അവിടെ തടസ്സം സംഭവിച്ചിരിക്കുന്നു. നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ, നല്ല തണുപ്പുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്താ? നമ്മൾ നന്നായി ഷിവർ ചെയ്യും. തണുപ്പുള്ള സാഹചര്യങ്ങളിൽ നന്നായി ഷിവർ ചെയ്യാറുണ്ട്, നന്നായി വിറയ്ക്കും. അപ്പൊ നന്നായി വിറയ്ക്കുക അല്ലെങ്കിൽ ഷിവറിങ് എന്ന് പറയുമ്പോൾ ആ വിറയലിലൂടെ നമ്മുടെ മസിൽസിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഹീറ്റ് ജനറേഷൻ. അപ്പൊ ഹീറ്റ് ജനറേഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ബോഡിയിൽ ചൂട് കുറേശ്ശെ കൂടുകയും അതിന്റെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഹോമിയോസ്റ്റാസിസ് പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ബോഡിയിലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈട്രോജിനസ് വേസ്റ്റ് കോൺസ്റ്റന്റ്ലി നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഹോമിയോസ്റ്റാസിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പൊ യഥാസമയം നൈട്രോജിനസ് വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളത് ബോഡിയുടെ ആവശ്യമാണ്. ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കാനാണ് നമ്മുടെ ബോഡി ആവശ്യപ്പെടുക. അതിനാണ് നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീറ്ററി സിസ്റ്റവും ഇത്തരത്തിൽ എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്ക് ടു ഹോമിയോസ്റ്റാസിസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് തന്നെ നമുക്ക് വരാം. അവിടെ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കും. ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ നമ്മുടെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളിനെ നമുക്ക് പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, ഹോർമോണുകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഹോർമോണുകൾ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹോർമോണുകൾ എങ്ങനെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു? ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കാം. എന്താണ് ഹോർമോൺ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എന്താണ് ഹോർമോൺ? ഹോർമോൺ എന്ന് പറയുന്നത് തീർച്ചയായും ചില രാസവസ്തുക്കൾ ആണെന്ന് നമുക്ക് സിമ്പിളായി പറയാം. കെമിക്കൽ സബ്സ്റ്റൻസസ് ആണെന്ന് വളരെ ലഘൂകരിച്ചുകൊണ്ട്, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് പറയാം. ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോണുകൾ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ആകുന്നു എന്ന് നമുക്ക് പറയാം. എന്താകുന്നു? കെമിക്കൽ സബ്സ്റ്റൻസ് ആകുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ നിർമ്മിക്കപ്പെടുന്നത്, ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചില ഗ്ലാൻഡുകളാണ്. നമ്മുടെ ശരീരത്തിലെ ചില ഗ്ലാൻഡുകളാണ് കെമിക്കൽ സബ്സ്റ്റൻസിനെ ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അവരെ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്.
നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഗ്ലാൻഡ് എന്നാണ്. ഉദാഹരണം, സലൈവ പ്രൊഡ്യൂസ്ഡ് ബൈ സലൈവറി ഗ്ലാൻഡ്, സെബം secreted by sebaceous gland in the skin, sweat secreted by sweat gland in the skin. അതേപോലെ ഇവിടെ ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലാൻഡുകളാണ്. ആ ഗ്ലാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേര് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് നമ്മൾ വിളിക്കാറ്. എന്താണ് വിളിക്കാറ് കുട്ടികളെ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വിളിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് ആണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കാരണം, കുറെ കാരണങ്ങളിൽ ഒരു കാരണം എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ. എൻഡോക്രൈൻ ഗ്ലാൻഡുകളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ബോഡി സിസ്റ്റത്തെ നമ്മൾക്ക് വിളിക്കാം എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ എന്താ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താ എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ദ സിസ്റ്റം വിച്ച് കണ്ടെയ്ൻസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ദ സിസ്റ്റം വിച്ച് കണ്ടെയ്ൻസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഗ്ലാൻഡ് ആണ്. ദീസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് റെഫേർഡ് ടു ആസ് ഹോർമോൺസ്. റെഫേർഡ് ടു ആസ് ഹോർമോൺസ്. മനസ്സിലായോ? തിരിച്ചും പറയാം. വാട്ട് ആർ ഹോർമോൺസ്? ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് produced by or secreted by endocrine glands which is a part of endocrine system. നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം എന്നൊക്കെ പറയുന്ന സിസ്റ്റങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അതുപോലെ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെ? എൻഡോക്രൈൻ സിസ്റ്റം. ആ എൻഡോക്രൈൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സാറ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടല്ലോ കുട്ടികളെ, ഈ എൻഡോക്രൈൻ സിസ്റ്റവും നമ്മൾ ഇതേ ചാപ്റ്ററിൽ തന്നെ പഠിച്ച മറ്റൊരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം, അല്ലെ? ഇതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റവും ഈ നെർവസ് സിസ്റ്റവും കൂടിച്ചേർന്നാണ് നമ്മുടെ ബോഡിയിലെ ഓവറോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓവറോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് സിസ്റ്റങ്ങൾ ഏതാണ് മക്കളെ? ഏതാണ്? നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. പറയുന്നത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കറിയാം എന്ത്? നമുക്കറിയാവുന്ന കാര്യം എന്താ? നമുക്കറിയാവുന്ന കാര്യം എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്തു പ്രൊഡ്യൂസ് ചെയ്യുന്നു? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇത്. ഇതെന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരെന്താടാ? എന്താ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത സബ്സ്റ്റൻസ് ആണ് ഇത്, ഹോർമോൺസ്. ഈ ഹോർമോണിന് ഒരു കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കണേ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്. ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ഓരോ തരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാ ഹോർമോണും ഒന്നല്ല. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡും വ്യത്യസ്തമായ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഡിഫറൻ്റ് ആയ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓരോ ഹോർമോണും ഇത് ആക്ട് ചെയ്യേണ്ടത്, ഇത് പ്രവർത്തിക്കേണ്ടത് ടാർഗറ്റ് സെല്ലിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ. ഞാൻ കുറച്ച് സെല്ലുകൾ വരക്കാം. ഇതൊരു സെല്ല്. ദിസ് ഈസ് സെൽ നമ്പർ 1. ഓക്കെ, ദിസ് ഈസ് സെൽ നമ്പർ 1. ദിസ് ഈസ് സെൽ നമ്പർ 2. This is cell number 3. ഇവിടെ നിങ്ങൾ നോക്കിക്കേ,
ഇവിടെ ഞാനിപ്പോ 3 സെല്ലുകളെ കൺസിഡർ ചെയ്തു. സെൽ 1, സെൽ 2 ആൻഡ് സെൽ 3. ആൻഡ് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് ദി സെൽ, ഈ സെല്ലുകളെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്താൽ ഇതിന്റെ സെൽ മെംബ്രെയിനിൽ നിങ്ങൾക്ക് റിസപ്റ്റർ കാണാം. ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്, ഇവിടെ റിസപ്റ്റർ ഉണ്ട്, ഇവിടെയും റിസപ്റ്റർ ഉണ്ട്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ ഹോർമോൺ ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത ഈ ഹോർമോണിന് ഇവിടെ ഏത് സെല്ലിലെ റിസപ്റ്ററിലാണ് വന്നിരിക്കാൻ സാധിക്കുക? നിങ്ങൾ നോക്കി പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞേ, ഏത് റിസപ്റ്ററിലാണ് ഈ ഹോർമോണിന് വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ബൈൻഡ് ചെയ്യുമോ? ഇല്ലല്ലേ, അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായി തന്നെ അറിയാം, ഈ ഹോർമോണിന്റെ ആ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, സെൽ 3 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഹോർമോണിന്റെ ടാർഗറ്റ് സെൽ എവിടെയാണോ പോയി ബൈൻഡ് ചെയ്യേണ്ടത് ആ സെല്ലിനെയാണ് ടാർഗറ്റ് സെൽ എന്ന് പറയാം. ഒരു ഹോർമോൺ എവിടെയാണോ ബൈൻഡ് ചെയ്യേണ്ടത് ആ ബൈൻഡ് ചെയ്യേണ്ട സെല്ലാണ് ടാർഗറ്റ് സെൽ. ഇവിടെ ഈ ഹോർമോണിന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ റിസപ്റ്റർ ഇവിടെയാണുള്ളത്. അപ്പൊ ഇതാണ് ഈ സെല്ല് 3 ആണ് ഈ ഹോർമോണിന്റെ ടാർഗറ്റ് സെൽ. ഇപ്പൊ ഇവിടെയുള്ള ഹോർമോൺ വേറെ ആയിരിക്കും, ഇവിടെ ആക്ട് ചെയ്യേണ്ട ഹോർമോൺ വേറെയാണ്. ഓക്കെ, അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഓരോ ഹോർമോണിനും അതിൻ്റെതായ ടാർഗറ്റ് സെൽ ഉണ്ട്. ഹോർമോൺ ആക്ഷൻ സ്പെസിഫിക് ആണ്. ഓരോ ഹോർമോണിനും അതിൻ്റെതായ ടാർഗറ്റ് സെൽ ഉണ്ട്. തോന്നിയതുപോലെ സെല്ലുകളിൽ പോയി ബൈൻഡ് ചെയ്യില്ല. ഓരോ ഹോർമോണിനും എവിടെയാണോ റിസപ്റ്റർ ഉള്ളത്, ഈ ഹോർമോണിന്റെ റിസപ്റ്റർ ഇവിടെയാണുള്ളത്, അവിടെ പോയി ബൈൻഡ് ചെയ്യും. ഈ ഹോർമോണിന്റെ റിസപ്റ്റർ ഇവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ ബൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ഹോർമോൺ ഒരു റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹോർമോൺ ഒരു സെല്ലിന്റെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. A to Z ആയിട്ട് പറയുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇനി ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, കറക്റ്റ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടാർഗറ്റ് സെല്ലിൽ പോകുന്നു എന്നുള്ളതും കറക്റ്റ്. ബട്ട് ദ പോയിന്റ് ഈസ് ദാറ്റ് ഹോർമോൺസിന് ടാർഗറ്റ് സെല്ലിലേക്ക് പോകാൻ ഇവിടെ ഡക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കുഴൽ സംവിധാനം, ഇവിടെ ഒരു ഡക്റ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ല. ടാർഗറ്റ് സെല്ലിലേക്ക് ഹോർമോൺസിന് ട്രാവൽ ചെയ്യാൻ, പാസ് ചെയ്യാൻ ഡക്റ്റ് ഇല്ല. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഒരു പ്രത്യേകത. എൻഡോക്രൈൻ ഗ്ലാൻഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റ് ഇല്ല എന്നതുകൊണ്ട് നമ്മൾ പറയും endocrine glands are ductless gland. Endocrine glands are ductless gland. Endocrine glandine ഡക്റ്റുകൾ ഇല്ല, നാളികളില്ലാത്ത ഗ്ലാൻഡുകൾ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് അടുത്ത ചോദ്യം? then how? ഇവിടെ വഴിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹോർമോൺ ടാർഗറ്റ് സെല്ലിൽ എത്തുക? ഹോർമോൺസ് ആർ ഡയറക്ട്ലി സെക്രീറ്റഡ് ഇൻ ടു ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഹോർമോണിനെ നേരിട്ട് സെക്രീറ്റ് ചെയ്യും. അപ്പൊ ബ്ലഡ് ആണ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന ആളാണ് ബ്ലഡ്. ബ്ലഡ് എന്ത് ചെയ്യും? സെല്ലിലേക്ക്, ഒരുപാട് സെല്ലിലേക്ക് എത്തുമ്പോൾ, ടാർഗറ്റ് സെല്ലിലേക്ക് കൂടെ എത്തുമ്പോൾ ഹോർമോൺ അവിടെ വന്ന് ബൈൻഡ് ചെയ്തോളും. സോ അതാണ് അവിടുത്തെ കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബോഡിയിലുള്ള മൊത്തം എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവരുടെ പൊസിഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് പഠിക്കാം. ആദ്യം തലഭാഗം എടുക്കാം, മനസ്സിലാക്കി പഠിക്കണേ. നമ്മുടെ ഹെഡ് റീജിയൻ, തല വെട്ടിപ്പൊളിച്ചു. ഐ എം ടേക്കിംഗ് ദ ബ്രെയിൻ ഔട്ട് സൈഡ്. ബ്രെയിൻ എടുത്തു. ബ്രെയിൻ 2 ഹെമിസ്ഫിയർ അത് തുറന്നിട്ട് ഒരു സൈഡ് നോക്കുമ്പോൾ എനിക്ക് 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് ഒരു പയറുമണി, വളരെ ചെറിയൊരു പയറുമണി, ചെറിയ വലിപ്പമുള്ള ഒരു ഗ്ലാൻഡ്. ഇറ്റ്സ് കോൾഡ് പൈനിയൽ ഗ്ലാൻഡ് ഓർ പീനിയൽ ഗ്ലാൻഡ്. ആണായാലും പെണ്ണായാലും ഈ ഗ്ലാൻഡ് ഉണ്ട്, ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ട്. ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫീമെയിൽ, ഇവിടെ മെയിലുമാണ്. 2 പേർക്കും പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ കാണുന്നത്, ശ്രദ്ധിച്ചോളൂ, പിന്നെ കാണുന്നത് ഇവിടെയാണ് ശരിക്കും വരുന്നത്. ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഒരു പയറുമണിയ വലിപ്പത്തിലുള്ള ഒരു ഗ്ലാൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആക്ച്വലി ഇത് എവിടെയാണ് കാണുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുകളിലായിട്ട് ഏകദേശം ഇവിടെയാണ് കാണേണ്ടത് ഹൈപ്പോതലാമസ് കാണും. പിറ്റ്യൂട്ടറിയുടെ മുകളിലായിട്ട് കാണുന്നതാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ആക്ച്വലി ഇവിടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് 3 ഗ്ലാൻഡുകൾ ഉണ്ട്. തലച്ചോറുമായി ബന്ധപ്പെട്ട 3 ഗ്ലാൻഡുകൾ: പൈനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. എന്താണ് ഹൈപ്പോതലാമസ്? ക്ലിയർ അല്ലേ? ആക്ച്വലി വെച്ച് കഴിഞ്ഞാല് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ആള് ഇങ്ങനെയാ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്.
ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ആളുണ്ട്. ഹൈപ്പോതലാമസിന്റെ താഴെ കാണുന്ന ആളാണ് പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസിന്റെ താഴെയാണ് ആക്ച്വലി ആരുള്ളത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈപ്പോതലാമസിന്റെ താഴെ കാണുന്ന ആളാണ് പിറ്റ്യൂട്ടറി. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ദ ഗ്ലാൻഡ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. അപ്പൊ നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിക്കും, വേർ ഈസ് ഹൈപ്പോതലാമസ് ലൊക്കേറ്റഡ്? അപ്പൊ എന്ത് പറയണം? ഹൈപ്പോതലാമസ് ഈസ് ലൊക്കേറ്റഡ് ബിലോ തലാമസ്. Hypothalamus is located below thalamus. Okay. Hypothalamus is located below thalamus. Pituitary is situated below hypothalamus. And where is pineal gland located? Pineal gland is actually not here, but it's here. Pineal gland is located at the center of the brain. Pineal gland is the gland which is located in the center of the brain. അപ്പോൾ മൂന്നിന്റെയും ലൊക്കേഷൻ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? മൂന്നിന്റെയും പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മുടെ തലച്ചോറ് കഴിഞ്ഞു, കഴുത്ത് ഭാഗം വന്നു. കഴുത്ത്, നെക്ക് റീജിയൻ. നെക്ക് റീജിയനിൽ വി ഹാവ് ഗോട്ട് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് നെക്ക് റീജിയനിൽ കാണുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ആക്ച്വലി ലുക്കിംഗ് ലൈക്ക് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ലോബ്സ് പോലെ കാണാം. ദിസ് ഈസ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിന്റെ നേരെ ബാക്ക് സൈഡ് ഞാൻ തിരിക്കുകയാണ്, ഒരു 180 ഡിഗ്രി തിരിച്ച് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 4 ടൈനി ഗ്ലാൻഡ്സ് എനിക്ക് കാണാം. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ പിറകുവശത്ത് 4 ചെറിയ ഗ്ലാൻഡ്സ് ഉണ്ട്. ആൻഡ് 4 ചെറിയ ഗ്ലാൻഡ്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാരാതൈറോയിഡ്. പാരാതൈറോയിഡ്, തൈറോയിഡിന്റെ പാരയാണ് പാരാതൈറോയിഡ്. തൈറോയിഡിന്റെ നേരെ പിറകുവശത്ത് കാണുന്ന 4 ടൈനി ഗ്ലാൻഡ്സ്, ദാറ്റ് ഈസ് പാരാതൈറോയിഡ്. ദെൻ ഇവിടെ നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ വി ഹാവ് ഗോട്ട് എ ഫ്ലാറ്റ് ബോൺ. ഇവിടെ പരന്നിരിക്കുന്ന ഒരു ബോൺ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ബോണാണ്, പരന്നിരിക്കുന്ന ഒരു ബോൺ. ഇവിടെ തന്നെ നമുക്കൊരു പരന്നിരിക്കുന്ന ഒരു ബോൺ ഉണ്ട്. ആ ബോണിൽ നിന്നാണ് നമ്മൾ റിബ്സ് തുടങ്ങുക. ഫ്രണ്ടിൽ റിബ്സ് തുടങ്ങുന്ന ഒരു പരന്നിരിക്കുന്ന ബോൺ ഉണ്ട്. ആൻഡ് ദിസ് ബോൺ ഈസ് കോൾഡ് ആസ്, അവിടെ പരന്നിരിക്കുന്ന ബോണിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേർണം എന്നാണ്. ഇറ്റ്സ് കോൾഡ് സ്റ്റേർണം. അനദർ നെയിം ഓഫ് സ്റ്റേർണം ഈസ് ബ്രസ്റ്റ് ബോൺ. ബ്രസ്റ്റ് ബോൺ. അനദർ നെയിം ഓഫ് സ്റ്റേർണം, ബ്രസ്റ്റ് ബോൺ. സി, ബിഹൈൻഡ് ദി ബ്രസ്റ്റ് ബോൺ there we have another amazing endocrine gland, that is thymus gland. So where is thymus gland situated? In the thoracic cavity behind sternum or breastbone. പിന്നെ നമുക്കുള്ളത് above the kidney adrenal glands. Above the kidney adrenal glands. Then pancreas near to the stomach, near to the duodenum region. We have got pancreas, adrenal glands above the kidney. Then we have got pancreas near to duodenum. Then females ovary എന്ന് പറയുന്ന endocrine gland ഉണ്ട്. And in male testes ആണ്. Male testes ആണ്. ഓക്കെ, ഇത്രയും endocrine glands ആണ് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിൽ നമ്മൾ CBSE പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കുറച്ചെണ്ണേ ഉള്ളൂ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. പാർട്ട് ഓഫ് ദ ബ്രെയിനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നോക്കാം. ദിസ് ഈസ് അവർ തലാമസ്. തലാമസിന് താഴെ, ദിസ് ഈസ് തലാമസ്. തലാമസിന് താഴെയായിട്ട് തന്നെ കാണുന്ന ഗ്ലാൻഡ്, തലാമസിന് താഴെയായിട്ട് കാണുന്ന ഗ്ലാൻഡ്, ദാറ്റ് ഈസ് അവർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. ആ ഹൈപ്പോതലാമസിന് താഴെ കാണുന്ന 2 ലോബുകൾ ഉണ്ട്, കണ്ടോ? 2 മണികൾ പോലെ 2 ലോബുകൾ കാണുന്നു. ആൻഡ് ദിസ് ഈസ് അവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ ഇത് ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി ഹൈപ്പോതലാമസ് ആൻഡ് ബിലോ ഹൈപ്പോതലാമസ് 2 ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഇതാണ് ഫ്രണ്ടിൽ കാണുന്ന ലോബ്. ഇത് ബാക്കിൽ കാണുന്ന ലോബ്. നമ്മൾ തലച്ചോറ്, ഇയാൾ ഫേസ് ചെയ്യുന്ന ഇങ്ങോട്ടല്ലേ, ദിസ് മാൻ ഈസ് ഫേസിങ് ദിസ് സൈഡ്. അപ്പൊ ഇയാളുടെ ഫ്രണ്ട് ഇത്, ബാക്ക് ഇത്. അപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ലോബ്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആന്റീരിയർ ലോബ്, ബാക്കിൽ കാണുന്നത് പോസ്റ്റീരിയർ ലോബ്. ആന്റീരിയർ, പോസ്റ്റീരിയർ ലോബ്. അതൊന്നും ഇപ്പൊ പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. സോ മക്കളെ, ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചു പോകുന്നു. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്താ വരക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് വരച്ചിരിക്കുന്നത്? ഇതെന്താ കുട്ടാ? ഇതെന്താ? ദിസ് ഈസ് അവർ ഹൈപ്പോതലാമസ്. ദിസ് ഈസ് ദി ഹൈപ്പോതലാമസ്. ക്ലിയർ? ദിസ് ഈസ് ദി ഹൈപ്പോതലാമസ്. നന്നായിട്ട് ശ്രദ്ധിക്കണം.
ദിസ് ഈസ് ഹൈപ്പോതലാമസ്. അപ്പൊ ഈ ഹൈപ്പോതലാമസ് ഒരു ബ്രിഡ്ജ് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിന് താഴെയായിട്ട് പൊന്നു കുട്ടികളെ, അതിന് താഴെയായിട്ട് നമുക്ക് 2 ലോബ്സ് വരുന്നുണ്ട്. ഇതുപോലെയാണ് പിറ്റ്യൂട്ടറി ഉണ്ടാവുക. ഓക്കെ, ലോബ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം എന്നില്ല കേട്ടോ, വലിയ ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. അപ്പൊ ഇത് ഈ ഗ്ലാൻഡിന്റെ പേരാണെന്ത്? ദിസ് ഗ്ലാൻഡ് ഈസ് അവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദിസ് ഈസ് ദ ഗ്ലാൻഡ് കോൾഡ് ആസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ക്ലിയർ അല്ലേ? 2 ലോബ് ഉണ്ട്. ദിസ് ഈസ് ആന്റീരിയർ ആൻഡ് ദിസ് ഈസ് പോസ്റ്റീരിയർ ലോബ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ വെച്ചാൽ വളർച്ച ഹോർമോൺ ആണ്. ആക്ച്വലി എവരി ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് എ ഗ്രോത്ത് ഫേസ്. എല്ലാവർക്കും വളരാനുള്ള ഒരു സമയമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രോത്ത് ഫേസ്. ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, എല്ലാവർക്കും ആ ഗ്രോത്ത് ഫേസ് ഉണ്ട്. ആ ഗ്രോത്ത് ഫേസിൽ വി വിൽ ഗ്രോ ഇൻ ദ ഗ്രോത്ത് ഫേസ്. അപ്പൊ ഗ്രോത്ത് ഫേസിൽ ലിസൺ കെയർഫുള്ളി, ഈ ഗ്രോത്ത് ഹോർമോൺ GH എന്ന് വിളിക്കുന്നു കേട്ടോ. GH. ഇതിന് മറ്റൊരു പേര് സൊമാറ്റോട്രോഫിൻ, അങ്ങനെ ഒരു പേരുണ്ട്. സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ ഗ്രോത്ത് ഫേസിൽ, ഓക്കെ, ഈ ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് നോർമൽ ആണെങ്കിൽ, ഒരു വ്യക്തിയിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് നോർമൽ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ നോർമൽ ഗ്രോത്ത് ഉണ്ടാവും. നോർമൽ ഗ്രോത്ത്, ആ ഹോർമോൺ നോർമൽ ആണെങ്കിൽ നോർമൽ ഗ്രോത്ത്, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. നോർമൽ ഗ്രോത്ത്, പ്രായത്തിനൊത്ത വളർച്ച എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഇൻ സം സെനേറിയോ സം ഇൻഡിവിജ്വൽസ് ദി ഗ്രോത്ത് ഹോർമോണിന്റെ ലെവൽ കുറഞ്ഞു പോകും. വിത്തിൻ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് നന്നായി കുറയുന്നു. അപ്പൊ വേണ്ട രീതിയിൽ വളർച്ച സംഭവിക്കുന്നില്ല. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡ്വാർഫിസം. The growth hormone is decreasing in the growth phase. And the same growth phase, if an individual has got his growth hormone produced excess growth hormone production lead to a condition called as gigantism. ഭീമാകാരത്വം എന്ന് പറയും. നല്ല വലിപ്പം ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഓൾ എക്സ്പ്ലെയിൻഡ് വിത്തിൻ ദ ഗ്രോത്ത് ഫേസ്. ആൻഡ് ചില ആളുകളിൽ ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ് മീൻസ് ആ വളർച്ച കാലഘട്ടം കഴിഞ്ഞു, 21st ഏജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുന്നു. ഓക്കെ, ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുന്നു. ഇൻ ദാറ്റ് കേസ് അത്തരം വ്യക്തികളുടെ ജോ ബോൺസ് വളരുന്നു, ഫിംഗർ ബോൺസ് വളരുന്നു. ആ കണ്ടീഷനെ വിളിക്കുന്ന പേര് ഇറ്റ്സ് കോൾഡ് ആസ് അക്രോമെഗാലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അക്രോമെഗാലി ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിറ്റ്യൂട്ടറി ആണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി വേറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും പഠിക്കാനില്ല. ആക്ച്വലി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ വിളിക്കുന്നൊരു പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി. Pituitary gland is called master gland of our body. Why? Because this is the gland which control other endocrine glands in our body. നമ്മൾ തൈറോയിഡ് പഠിച്ചു, അഡ്രീനൽ ഗ്ലാൻഡ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി. ഓക്കെ, റെഡി? യെസ്. ദെൻ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആക്ച്വലി ഇയാളെ നമ്മൾ ചീഫ് കൺട്രോളർ എന്ന് വിളിക്കാറുണ്ട്. ചീഫ് കൺട്രോളർ, മുഖ്യ നിയന്ത്രകൻ എന്ന് വിളിക്കാറുണ്ട്. സി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റെല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിച്ചു. സി, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റെല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് മുന്നോടിയായി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. സോ ഇഫ് യു കമ്പയർ യുവർ സ്കൂൾ വിത്ത് ദി സിസ്റ്റം യു ക്യാൻ ഈസിലി സ്റ്റഡി. ഹൈപ്പോതലാമസ് നമ്മുടെ പ്രിൻസിപ്പൾ, പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നിങ്ങളെ ക്ലാസ് ടീച്ചർ. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ലൈക്ക് തൈറോയിഡ്, ദെൻ പാരാതൈറോയിഡ്, തൈമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, എവറിത്തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ. സോ ഫോർ സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു വിചാരിക്കാം. സോ ഇനിഷ്യലി ടൂർ പോകുന്നു എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ആള് ഹൈപ്പോതലാമസ്, പ്രിൻസിപ്പൽ. സോ ഹൈപ്പോതലാമസ് ക്ലാസ് ടീച്ചറോട് പറയും ഇനീഷ്യലി കുട്ടികളെ നമുക്ക് സ്കൂളിൽ ടൂർ കൊണ്ടുപോകാന്നുള്ള ഇൻസ്ട്രക്ഷൻ പറയും. കുട്ടികളുടെ അടുത്ത് പാസ് ചെയ്യണം ഇൻഫർമേഷൻ.
നാളെ മുതൽ ഒരു 5 ദിവസത്തിനുള്ളിൽ പൈസ കളക്ട് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻ ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ക്ലാസ് ടീച്ചറാണ്. ഈ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ് മറ്റെല്ലാ കുട്ടികളോട് പോയിട്ട് കാര്യങ്ങൾ പറയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൺട്രോൾ ചെയ്യുന്നത് ക്ലാസ് ടീച്ചറാണ്. പക്ഷെ ക്ലാസ് ടീച്ചർ ആക്ച്വലി ആരുടെ കൺട്രോളിലാണ്? ഹൈപ്പോതലാമസ് പ്രിൻസിപ്പളിന്റെ കൺട്രോളിലാണ്. ഓക്കെ, റിലേറ്റ് ചെയ്തൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ. നമ്മുടെ നെക്ക് റീജിയനിൽ കാണുന്ന ഗ്ലാൻഡ്, ദിസ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. സോ ഫ്രണ്ട് വ്യൂ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ദിസ് ഈസ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിൽ നമുക്ക് കാണാം. ആൻഡ് ഇഫ് യു സീ ദി ബാക്ക് സൈഡ്, അവിടെയാണ് നമുക്ക് പാരാതൈറോയ്ഡ് കാണാം. ഓക്കെ, അതോടെ നിൽക്കട്ടെ. പാരാതൈറോയ്ഡ് നമുക്കിപ്പോൾ നിലവിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. തൈറോയ്ഡ് നമ്മൾ പഠിക്കണം. തൈറോയ്ഡ് ഗ്ലാൻഡ് മക്കളെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൽ ഒരു ഹോർമോൺ മാത്രമാണ് തൈറോക്സിൻ. നമുക്ക് പഠിക്കേണ്ട ഹോർമോൺ തൈറോക്സിൻ ആണ്. വേറെയും ഹോർമോൺ ഉണ്ട്, ദാറ്റ് ഈസ് കാൽസിറ്റോണിൻ. പക്ഷെ നമ്മളിവിടെ പഠിക്കണ്ട. നമുക്ക് പഠിക്കാനുള്ളത് തൈറോക്സിൻ ആണ്. അത് നന്നായിട്ട് പഠിക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ തൈറോക്സിൻ. വേറെ ഹോർമോൺ ഉണ്ട്, അത് നമുക്ക് പഠിക്കണ്ട. തൈറോക്സിൻ ആക്ച്വലി മെറ്റബോളിസവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആളാണ്. അതായത് ഫാറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, എനർജി പ്രൊഡക്ഷൻ, പിന്നെ ചെറിയ കുട്ടികളിലെ ഫിസിക്കൽ ഗ്രോത്ത്, മെന്റൽ ഗ്രോത്ത്, അതിനൊക്കെ നമുക്ക് തൈറോക്സിൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സംഗതിയാണ്. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഇനിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. സി, ദിസ് ഈസ് അവർ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, ദിസ് ഈസ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. ആൻഡ് വി നോ ദാറ്റ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പറടാ. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നിർബന്ധമായും വേണ്ട സാധനമാണ് അയോഡിൻ. ഞാൻ പറഞ്ഞു നിർബന്ധമായും വേണ്ട സാധനമാണ്, പേരിനല്ല, നിർബന്ധമായും ഉണ്ടാവേണ്ട സാധനം. അപ്പൊ ഒരു വ്യക്തിയിൽ അയോഡിൻ വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നതിന്റെ കാരണം അതാ. തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അയോഡിൻ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ അയോഡിൻ നമുക്ക് എവിടുന്നാ കിട്ടുക? നമ്മൾ എടുക്കുന്ന ഡയറ്റിലൂടെയാണ് നമുക്ക് പ്രധാനമായ അയോഡിൻ കിട്ടുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. സീ ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അയോഡിൻ കിട്ടും. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പിൽ അയോഡിന്റെ അംശം ഉണ്ടാവാറുണ്ട്. യു മൈ ഹാവ് ഒബ്സർവ്ഡ് സോൾട്ട് പാക്കറ്റ് റിട്ടേൺ ആസ് അയോഡൈസ്ഡ് സോൾട്ട്, അല്ലെ? അയോഡൈസ്ഡ് സോൾട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനി വീട്ടിൽ ഉപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിന്റെ പുറത്ത് അയോഡൈസ്ഡ് സോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിനെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയോഡിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ടേക്കിംഗ് അഡിക്വേറ്റ് അയോഡിൻ ഇൻ ഹിസ് ഡയറ്റ്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഡയറ്റിൽ ആവശ്യത്തിന് അയോഡിൻ എടുക്കുന്നില്ലെങ്കിൽ, the problem is that thyroid gland anyway it need to produce thyroxine. Iodine is important there. Iodine കിട്ടുന്നില്ല. അപ്പൊ thyroid gland it do an attempt to produce thyroxine. In that attempt thyroid gland എന്ത് ചെയ്യാൻ തുടങ്ങും? enlarge ചെയ്യാൻ തുടങ്ങും. അതിന്റെ നോർമൽ സൈസിൽ നിന്ന് thyroid gland തൈറോക്സിൻ പ്രൊഡ്യൂസ് അയോഡിൻ ഇല്ല, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോ ഇത് ശ്രമിക്കുകയാണ്. ഒരു അറ്റംപ്റ്റ് നടക്കുമ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ആവും. ആൻഡ് this gland being located in the neck region, remember, if somebody in your neck enlarges, what will happen? It will be reflecting as a protrusion in your neck region, അല്ലെ? നമ്മുടെ കഴുത്തിലുള്ള ഒരു സാധനമാണ്. അതിനൊരു എൻലാർജ്മെന്റ് സംഭവിച്ചാൽ അത് പ്രൊട്രൂഡ് ചെയ്ത് തൊണ്ടയുടെ പുറത്ത് മുഴയായി നമുക്ക് കാണും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഗോയിറ്റർ. അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയാം. സോ അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ. ഓക്കെ, ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മെയിൻലി ഇത് മനസ്സിലാക്കുക, തൈറോക്സിൻ മെറ്റാബോളിസം ഓഫ് ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം സഹായിക്കുന്നു. മെയിനായിട്ട് പോയിന്റ് ആണ്. പിന്നെ ഇത് ഗോയിറ്ററിന്റെ കണ്ടീഷൻ കൂടി ഒന്ന് നോക്കാം. എനിവേ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് നമുക്ക് സിലബസിൽ ഇല്ല. ജസ്റ്റ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പാരാതോർമോൺ ആണ്. കാൽസ്യം മെറ്റബോളിസം സഹായിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ. അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ വേറൊരു ഹോർമോൺ ഉണ്ട്, കാൽസിറ്റോണിൻ. ആ കാൽസിറ്റോണിനും ഇവിടുത്തെ പാരാതോർമോണുമാണ് കാൽസ്യം മെറ്റബോളിസത്തിന് സഹായിക്കുന്നത്. എനിവേ നമുക്ക് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ഡീലിംഗ് മച്ച് അബൌട്ട് ദാറ്റ്. ഇത് ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? യെസ്. അഡ്രീനൽ ഗ്ലാൻഡ്, വെരി വെരി ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ്.
വൈ? ബിക്കോസ് അതിന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്. അഡ്രീനൽ, അഡ് ആൻഡ് റീനൽ, 2 വേർഡ്സ്. ആക്ച്വലി 2 വേർഡ്സ് ആണ് അഡ്രീനൽ ഗ്ലാൻഡിനെ ഫോം ചെയ്തിരിക്കുന്നത്. അഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നിയർ എന്നർത്ഥമാണ് അതിൽ വരുന്നത്. അഡ് എന്ന് വെച്ചാൽ നിയർ എന്നാണ്. റീനൽ, യു നോ, ഇറ്റ്സ് എ വേർഡ് വിച്ച് റിലേറ്റ് ടു കിഡ്നി. ഓക്കെ, adrenal gland means near to kidney, which means that it look like as if kidney has got a cap over it. കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന പോലെ കാണുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. സോ അഡ്രീനൽ ഗ്ലാൻഡിനെ ഒരു ക്രിസ്മസ് കേക്ക് എന്ന ലാഘവത്തോടു കൂടി, നമുക്കറിയാം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളൊക്കെ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു രാഘവത്തോടു കൂടി അഡ്രീനൽ ഗ്ലാൻഡിനെ കട്ട് ചെയ്തപ്പോൾ ഐ ക്യാൻ സി 2 റീജിയൻസ് ഹിയർ. ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് 2 റീജിയൻസ് കാണാം. ഔട്ടർ റീജിയൻ, ദാറ്റ് ഈസ് കോർട്ടെക്സ്. എപ്പോഴും ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും ആയിരിക്കും. സി, ഔട്ടർ കോർട്ടെക്സ് റീജിയൻ, ഇന്നർ മെഡുല റീജിയൻ. ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഒരാളെ കുറിച്ച് മാത്രം. പരീക്ഷയ്ക്ക് ചോദിക്കൽ ഇദ്ദേഹമാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അതായത് അഡ്രീനൽ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന, മെഡുലയും കോർട്ടെക്സും ഉണ്ടല്ലോ, മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രീനാലി. അതിന് മറ്റൊരു പേര് എപ്പിനെഫ്രിൻ എന്നുള്ള പേരുണ്ട്. അത് നിങ്ങളായിട്ട് പഠിച്ച സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ പ്രവർത്തിക്കും എപ്പോൾ? ഡ്യൂറിങ് എമർജൻസി, സ്കാരി സിറ്റുവേഷൻ, അല്ലെ, ഒരു അപകട സിറ്റുവേഷൻ വരുമ്പോൾ, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ ഹോർമോൺ അഡ്രീനാലിൻ വിൽ ബി സെക്രീറ്റഡ്. നമുക്ക് എനർജി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 things, റെസിസ്റ്റ്, വിത്ഡ്രോ. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു നായ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, നമ്മുടെ ബാക്കിൽ വരികയാണ്. 2 ഓപ്ഷൻസ് വി ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് us. ഫസ്റ്റ് ഓപ്ഷൻ, യു റെസിസ്റ്റ് them. ഹൗ? യു വിൽ ടേക്ക് ദ സ്റ്റോൺ ആൻഡ് യു ട്രൈ ടു ത്രോ them. So there is a resisting action. Another option you have is to run away, to flee away. ഓടുക, വിഡ്രോ. ആ ഒരു സംഭവത്തെ നമ്മുടെ ആക്ഷൻ വിഡ്രോ, നമ്മൾ ഓടുക. 2 കാര്യങ്ങളുണ്ട്. എനിവേ 2 ചെയ്യണമെങ്കിൽ വി നീഡ് എനർജി. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പല വിധത്തിൽ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവണം. അതിന് കാരണമാകുന്ന ഹോർമോൺ അഡ്രീനാലിൻ. ഇനി ബോഡിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നോർ അഡ്രീനാലിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നമുക്ക് സിലബസിലില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. കോർട്ടെക്സ് ആയതുകൊണ്ട് കോർട്ടിസോൾ, ദെൻ ആൽഡോസ്റ്റിറോൺ, ദെൻ സെക്സ് ഹോർമോൺസ്. കോർട്ടിസോൾ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക ഫ്രം പ്രോട്ടീൻ, ഫാറ്റ്, ദെൻ സ്ലോ ഡൗൺ ആക്ഷൻ ഓഫ് ഡിഫൻസീവ് സെൽ. ഇതിന് ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഈ അലർജി, യു നോ വാട്ട് ഈസ് അലർജി? നമ്മുടെ ബോഡി എന്താ പറയാ, ആത്മാർത്ഥത കൂടുക എന്ന് പറയില്ലേ, ചില ആളുകൾ അങ്ങനെയാണ്. ആത്മാർത്ഥത ഉണ്ടാവും, ചില ആളുകൾക്ക് ആത്മാർത്ഥത വളരെ കൂടിപ്പോവും. ആത്മാർത്ഥത കൂടിയാലും പ്രശ്നമാണ്, അല്ലേ? ആത്മാർത്ഥത വേണം, പക്ഷെ ആത്മാർത്ഥത വളരെയധികം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ ഒരു അവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ, ഡിഫൻസീവ് സെൽസ്, എന്തെങ്കിലും പ്രശ്നം, രോഗാണുക്കളോ പൊടിപടലങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ ഡിഫൻസ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ ചെറിയ ഒരു പൊടി വന്നാൽ ബോഡി എക്സസൈസ് അതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ തുമ്മലിന്റെ കേസ് പറയുന്നത്, തുമ്മൽ അലർജി ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ചെറിയൊരു പൊടി വന്നാൽ തന്നെ അമിതമായി നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് ഡിഫൻസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, തുമ്മിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഡസ്റ്റ് അലർജി. അതുപോലെ എല്ലാ അലർജിയും നമ്മുടെ ബോഡിയുടെ അമിതമായ ആത്മാർത്ഥത കൊണ്ടാണ്. അതായത് പ്രതിരോധ കോശങ്ങൾ, ഡിഫൻസിൽ അമിതമായി പ്രവർത്തിക്കുമ്പോൾ അലർജി പോലുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ അവിടെ പ്രവർത്തിക്കുക. അലർജിക്ക് എതിരെയാണ് കോർട്ടിസോൾ. ഇപ്പൊ കോർട്ടിസോൾ വന്നു കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ദി ആക്ഷൻ ഓഫ് ഡിഫൻസ് സെല്ലിന്റെ ആക്ഷൻ കുറക്കും. അപ്പൊ അതുവഴി അലർജിയും ഇൻഫ്ലമേഷനും കുറയും, വീക്കും ഒക്കെ കുറയും. പിന്നെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് കിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വെള്ളത്തിന്റെയും സോൾട്ടിന്റെയും ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. പിന്നെ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് സെക്സ് ഓർഗൻസിന്റെ, ഫീമെയിൽസിലും മെയിൽസിലും സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് സഹായം. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഇതാണ്. ഓക്കെ, ക്ലിയർ? പാൻക്രിയാസ്, വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഇതും പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ പറയേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസി ആയതുമായ ഒരു ഏരിയയാണ് പാൻക്രിയാസ്. സി, ദിസ് ഈസ് പാൻക്രിയാസ്. റിമെമ്പർ ഓൾവേസ്, പാൻക്രിയാസ് ഇവിടെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്.
but pancreas act as exocrine gland as well in digestive system, where it produces pancreatic juice which is passed through duct into duodenum. പഠിച്ചല്ലേ? So pancreas both exocrine and endocrine gland. As exocrine gland, it produces pancreatic juice which is released into the duodenum. As an endocrine gland, it produces certain hormones, and these hormones are directly released into the blood. No duct there. So അതുകൊണ്ട് pancreas both exo and endocrine gland ആണ്. So ഈ പാൻക്രിയാസിലെ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണിത്. ആൻഡ് ദ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് present in the pancreas is called islets of Langerhans. Islets of Langerhans. What is islets of Langerhans? Islets of Langerhans എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിൽ ഒരുപാട് സെൽസ് ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് കാണുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് മീൻസ് ദേ ആർ സ്പെഷ്യൽ. അതുകൊണ്ടാണ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് islets of Langerhans. In total, we have got 3 cells there, alpha, beta, gamma mainly. അതിൽ ഏറ്റവും പ്രധാനമായ 2 സെൽസ് ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൽഫ സെൽസ്, these cells are alpha cells and the surrounding cells beta cells. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ദാറ്റ് ഈസ് ഇൻസുലിൻ. ഇൻസുലിൻ. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ദാറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ. ഓക്കെ, ഇവിടെ മക്കളെ മനസ്സിലാക്കുക, പാൻക്രിയാസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ആൽഫ ബീറ്റ മെയിൻലി. അതിൽ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ. ഇത് നിങ്ങൾ പഠിക്കണം. ഇൻസുലിൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഗ്ലൂക്കഗോൺ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഗ്ലൂക്കഗോൺ ചോദിക്കില്ല, ബട്ട് ഇൻസുലിൻ ചോദിക്കും. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻസുലിൻ? ഇൻസുലിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻ്റനൻസ് ലോവർ ചെയ്യാനാണ് സഹായിക്കുക കേട്ടോ. ബ്ലഡ് ഷുഗർ ലെവൽ ലോവർ ചെയ്യാൻ സഹായിക്കും. ബ്ലഡ് ഷുഗർ ലെവൽ ലോവർ ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടും. നമ്മൾ കഴിച്ച ഫുഡിലെ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് 70 മുതൽ 110 മില്ലിഗ്രാംസ് പെർ 100 ml ആണ്. 100 ml ബ്ലഡിൽ 70 മുതൽ 110 മില്ലിഗ്രാംസോളം എന്ത് വരും? ഗ്ലൂക്കോസ് വരും നോർമൽ. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ഡൈജഷൻ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. നോർമൽ എന്നുള്ള അളവിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി. ആക്ച്വലി ഈ ഒരു ഗ്രാഫിൽ ഞാനിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്ത ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ഉടനെ തന്നെ നമ്മുടെ പാൻക്രിയാസിലെ നേരത്തെ കാണിച്ച ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും. ബീറ്റ സെൽസ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. എപ്പോഴാണ് ബീറ്റ സെൽസ് സ്റ്റിമുലേറ്റ് ആവുന്നത്? നോർമൽ ലെവലിൽ നിന്ന് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ആയാൽ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവുകയും and this beta cell secrete insulin. Beta cell secrete insulin, and by the action of insulin glucose level get reduced. Insulin effect എന്താ? Insulin helping reducing or lowering blood sugar level. അപ്പൊ ഈ ബ്ലഡ് ഷുഗർ ലെവൽ ഇവിടെ കുറയണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ ചിന്തിച്ചേ, കറന്റ്ലി ബ്ലഡ് ഷുഗർ ഹൈ ആണ്. സോ ബ്ലഡ് ഷുഗർ കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ എടുത്ത് മാറ്റണം. ദാറ്റ്സ് ഐഡിയ. അപ്പൊ എന്താ ആക്ച്വലി ഇൻസുലിൻ ചെയ്യുന്നതെന്നറിയോ? ഫസ്റ്റ് തിങ്, എക്സസ് വരുന്ന കുറച്ച് ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് അപ്ടേക്ക് ചെയ്യും. സെല്ലിനെ കൊണ്ട് എടുപ്പിക്കും. എക്സസ് ആയി വരുന്ന ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് എടുപ്പിക്കും. പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് മസിൽസിലും ലിവറിലും സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യും. ഇവിടെ ഓൾറെഡി ഷുഗർ കൂടിയിരിക്കല്ലേ, അപ്പൊ കുറക്കണം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? സംബഡി ഈസ് മോർ ഹിയർ, ഐ വാണ്ട് ടു റെഡ്യൂസ് ദം മീൻസ് ഐ നീഡ് ടു ടേക്ക് ദം അവേ അല്ലെ. ഇവിടെ ഷുഗർ കൂടുതലാണ്, ഷുഗർ കുറക്കണം എന്ന് പറയുമ്പോൾ ഈ ഷുഗറിനെ എനിക്ക് എടുത്ത് കളയാൻ പറ്റൂല. അപ്പൊ ഷുഗറിനെ ഞാൻ ഒന്നുകിൽ എന്ത് ചെയ്യും? സെല്ലിലേക്ക് അപ്ടേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഷുഗറിനെ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് ബേസിക്കലി ഇൻസുലിൻ ചെയ്യുന്ന കാര്യം. അങ്ങനെ ഷുഗർ ലെവൽ കുറയും. അപ്പോ ഇൻസുലിൻ കീപ്പ് ഓൺ സെക്രീറ്റിംഗ് മീൻസ് ഷുഗർ ലെവൽ വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഏതുവരെ കുറഞ്ഞാൽ മതി? ഈ നോർമൽ റേഞ്ച് എത്തുന്നത് വരെ കുറഞ്ഞാൽ മതി.
ഇനി അതിലും താഴേക്ക് കുറഞ്ഞാൽ പ്രശ്നമാണ്, കുറയരുത്. അപ്പൊ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന പോലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ബ്ലഡ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ലൂപ്പ് പോലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ബീറ്റാ സെൽസിനോട് പറയും ഇൻസുലിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലടാ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിസും ഓവറിയും. അപ്പൊ ടെസ്റ്റിസ് മെയിലിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. ഓവറി ഫീമെയിലിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്, അല്ലെങ്കിൽ ഗൊണാഡാണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ടെസ്റ്റോസ്റ്റിറോൺ അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്യും. ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സ്പേം പ്രൊഡക്ഷൻ ഒക്കെ സഹായിക്കും. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നു. ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ എന്നിവ കൺട്രോൾ ചെയ്യുന്നു. പ്രൊജസ്റ്റിറോൺ ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റീപ്രൊഡക്ഷനിൽ അല്ലെ? നമ്മുടെ യൂട്രൈൻ വാളിൽ എംബ്രിയോ ഫിക്സ് ചെയ്ത് വളരുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയാം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ഇൻ ആനിമൽ ഹോർമോൺസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്ലാന്റ് ഹോർമോൺസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.